World Cup in the semi-finals. And again, it is time for my 1000 IQ perfect predictions. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ അച്ചട്ടിട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ടല്ലോ. എല്ലാവരും എന്ത് വിചാരിക്കും? പോർച്ചുഗലിന്റെ ഈ വയ്യാത്ത പ്ലേയേഴ്സ്, വയ്യാത്ത സ്ക്വാഡ്, താല്പര്യമില്ലാത്ത പാഷൻ ഇല്ലാത്ത സ്ക്വാഡിനെതിരെ സ്പെയിൻ ഈസി ആയിട്ട് ജയിക്കും. ബട്ട് നോ, പോർച്ചുഗൽ ആർ വിന്നിംഗ്. അതുകൊണ്ട് തന്നെ ഇത്തവണ പ്രെഡിക്ഷൻസ് മാത്രമല്ല, മാച്ച് പ്രിവ്യൂ ഉണ്ട്. ആൻഡ് ഓൾസോ എത്ര ഗോൾ രണ്ട് ടീം അടിക്കുന്നു വരെ ഞാൻ പറയും. കാരണം ഞാൻ അത്രക്കും കോൺഫിഡൻ്റാ. ട്രംപിനെ മാറ്റി ഞാൻ ഇൻഫാന്റിനോന്റെ അടുത്തുനിന്ന് സ്ക്രിപ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഫിഫ റാങ്കിംഗ് എന്നുള്ള ഒരു സംഭവം തുടങ്ങിയതിന് ശേഷം ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ടോപ്പ് 4 റാങ്കിങ്ങിലുള്ള 4 കൺട്രീസ് തന്നെ വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽസിൽ എത്തുന്നത്. ആൻഡ് ഈ 4 കൺട്രീസും ഇതിനു മുന്നേ വേൾഡ് കപ്പ് നേടിയിട്ടുള്ള ടീമുകളാണ്. സോഷ്യൽ മീഡിയയിലുള്ള ചർച്ചകളായാലും മറ്റുള്ള ടൈപ്പ് ഓഫ് പ്രിഡിക്ഷൻസ് ആണെങ്കിലും ഫ്രാൻസിനാണ് കൂടുതൽ ഫേവറിറ്റിസം ഉള്ളത്. ആൻഡ് സർപ്രൈസിംഗ്ലി ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന മാച്ച് വരുമ്പോൾ ഇംഗ്ലണ്ടിനാണ് കൂടുതൽ ചാൻസ് എല്ലാവരും കൊടുക്കുന്നത്. 2 സെമി ഫൈനൽസിനുള്ള നിങ്ങളുടെ പ്രെഡിക്ഷൻസ് ആൻഡ് ഈ ഒരു വേൾഡ് കപ്പ് ആരടിക്കും, ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ കമന്റ്സിൽ പറയാ. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. അതങ്ങോട്ട് ചെയ്താൽ ഞാൻ ഇന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ് സെമി ഫൈനൽ ബിറ്റ്വീൻ ഫ്രാൻസ് ആൻഡ് സ്പെയിൻ. കുറെ ആളുകൾ ഈ ഒരു മാച്ച് ഫ്രാൻസിന് അത്രയും ഈസി ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് കാണുന്നുണ്ട്. ആൻഡ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. കാരണം ഇത് സ്പെയിനാണ് അപ്പുറത്തുള്ളത്, വല്ല ചുക്കാമണി ടീംസ് ഒന്നും അല്ല. ഓരോ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം ഈ ഒരു വേൾഡ് കപ്പിൽ ഇതുവരെ ഫ്രാൻസിനെ ടെസ്റ്റ് ചെയ്യാൻ ഒരാളെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു കളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ എന്തോ ഒരു പേടിയൊക്കെ വരും. അത്രയും കൂൾ ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് ഒരു എഫേർട്ട് എടുക്കാതെ ഓരോ മാച്ച് അവർ ജയിക്കുന്നത് കാണുമ്പോഴും അവരുടെ അറ്റാക്കിംഗ് പ്ലേയേഴ്സ് എല്ലാവരും കൂടെ എന്തൊക്കെയോ പിച്ചിൽ കാണിക്കുകയാണ്. എല്ലാവരും ഫോമിൽ, എല്ലാവരും പരസ്പരം അറിഞ്ഞ് കളിക്കുന്നു. ആ ഒരു കെമിസ്ട്രി ആണെങ്കിലും ആ ഒരു വേഴ്സറ്റൈലിറ്റി ആണെങ്കിലും അവരുടെ കോമ്പിനേഷൻ ആണെങ്കിലും എല്ലാം കൊണ്ടും ഫ്രാൻസിനെ സംബന്ധിച്ച് ദേ ഹാവ് ദ ബെസ്റ്റ് അറ്റാക്ക് ഇൻ ദിസ് വേൾഡ് കപ്പ്. അതിനു പുറമെ ഡിഫെൻസീവ്ലി അവർ സോളിഡ് ആണെന്ന് മാത്രമല്ല, ഒപ്പണൻസിന് ഒരു ചാൻസ് പോലും കൊടുക്കാതെയാണ് ഈ ഒരു വേൾഡ് കപ്പിലെ പല മാച്ചസും ഒരു ജയിച്ചത്. ചുരുക്കി പറഞ്ഞ ഓവറോൾ ഈ ഒരു ടീമിനെ നമ്മൾ എടുക്കുമ്പോൾ പുറമേന്ന് നോക്കുമ്പോൾ ദേ ആർ ദ ബെസ്റ്റ് ടീം ആൻഡ് ദേ ഷുഡ് വിൻ, റൈറ്റ്? ബട്ട് സ്പെയിനിന്റെ കാര്യത്തിൽ ദേ ഹാവ് ദ ബെസ്റ്റ് ഡിഫൻസ് ഇൻ ദിസ് വേൾഡ് കപ്പ്. അവര് ഗോൾ സ്കോർ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് പുറകിലേക്കാണ്. കാരണം അവരുടെ ടീമിനെ നമ്മൾ നോക്കുമ്പോൾ ദേ ഹാവ് ദ ടാലൻസ്, ദേ ഹാവ് ദ പ്ലേയേഴ്സ്. പക്ഷേ ഗോൾ അടിക്കുന്ന കാര്യത്തിൽ ദേ ആർ വീക്ക്. ബട്ട് ഈ ഒരു വേൾഡ് കപ്പിൽ ഇതുവരെ ആയിട്ട് ഒരൊറ്റ ഗോൾ മാത്രം കൺസീഡ് ചെയ്തിട്ടാണ് ഇപ്പൊ അവർ ഫ്രാൻസിനെ നേരിടാൻ നിൽക്കുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിഫൻസീവ് പെർഫോമൻസ് പ്ലസ് അവരുടെ മിഡ്ഫീൽഡ്, ഇവിടെയാണ് ഫ്രാൻസിന് മുകളിൽ സ്പെയിനിന് ഒരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്രാൻസിനെ തോൽപ്പിക്കാൻ സ്പെയിനിന് കഴിയുമെന്ന് കുറെ ആളുകൾ വിശ്വസിക്കാനുള്ള ഒരു കാരണം. ഈ ഒരു വേൾഡ് കപ്പിൽ റോഡ്രി ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ള ആ ഒരു ഫിസിക്കൽ പ്രസൻസ് ആണെങ്കിലും കൺസിസ്റ്റൻസി ആണെങ്കിലും അതെല്ലാം ഫ്രാൻസിനെതിരെയും ആളെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞ് ബാക്കിയുള്ള പ്ലേയേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രാൻസിന് ബോൾ കിട്ടുന്ന കാര്യത്തിൽ വളരെ വലിയൊരു ലിമിറ്റേഷൻ തന്നെ ഉണ്ടാവും. സംഭവം ഫ്രാൻസ് ട്രാൻസിഷനിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് കൗണ്ടർ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ അറ്റാക്ക് ചെയ്തൊക്കെ ഗോൾ അടിക്കുന്നൊക്കെയാണ് നമുക്കറിയുന്ന ഒരു കാര്യം. പക്ഷേ പന്ത് കിട്ടിയില്ലെങ്കിൽ ഇവരെങ്ങനെ ഗോൾ അടിക്കുക? ബേസിക്കലി എംബാപ്പെ ആണെങ്കിലും ഡെംബലെ ആണെങ്കിലും ഇവർക്കെല്ലാവർക്കും വോളിയം വേണം. ചാൻസസ് കൂടുതൽ കിട്ടുന്നതിനനുസരിച്ചാണ് ഇവർ കളിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അല്ലാതെ ബാക്കിയുള്ള പല പ്ലേയേഴ്സിനെ പോലെ, ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ടേക്ക് ഹാളണ്ടിന് ഒരു ചാൻസ് കിട്ടിയാൽ ചിലപ്പോൾ ആ ഒരു ചാൻസ് ഗോൾ ആയിട്ടുണ്ടാവും. എംബാപ്പെ ഒന്നും അങ്ങനെയല്ല. ആള് കുറെ ചാൻസസ് കിട്ടും, കുറച്ച് മിസ്സാക്കും, അതിനുശേഷമാണ് ഗോൾ അടിക്കുന്നത്. ഫ്രാൻസിന്റെ മുഴുവൻ അറ്റാക്കും ഏകദേശം അങ്ങനെയാണ്. ഈവൻ ഒലീസെ, ആൾക്ക് ചാൻസസ് കിട്ടാത്തത് കൊണ്ടല്ല ഈ വേൾഡ് കപ്പിൽ ഇതുവരെ ഒരൊറ്റ ഗോൾ പോലും ആളുടെ പേരിൽ ഇല്ലാത്തത്. ഫ്രാൻസിന്റെ അറ്റാക്ക് എന്ന് നമ്മളിങ്ങനെ ഫിയർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ കുറെ ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് കുറെ ഗോൾസ് അടിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സ്പെയിനിന്റെ മിഡ്ഫീൽഡ് പൊസിഷനും കളിയുടെ ഒരു കൺട്രോളും ഒക്കെ ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ബോൾ തിരിച്ച് വിൻ ചെയ്യുന്ന കാര്യത്തിൽ ഫ്രാൻസിന്റെ മിഡ്ഫീൽഡ് ഫെയിൽ ആവുകയൊക്കെ ചെയ്താൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ ഫ്രാൻസ്. ആൻഡ് നമ്മൾ ഇതുവരെ കണ്ട പോലെ ആയിരിക്കില്ല എംബാപ്പയുടേതാണെങ്കിലും ഫ്രാൻസിൻ്റെതാണെങ്കിലും ആ ഒരു ഓവറോൾ പെർഫോമൻസ് വരെ. ഒരു തരത്തിലും ഫ്രാൻസിന്റെ മിഡ്ഫീൽഡ് മോശമാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. ഓക്കെ, അവരുടെ അറ്റാക്ക് ആൻഡ് ഡിഫൻസ് അവരെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു മിഡ്ഫീൽഡ് ഇതുവരെ പെർഫോം ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും അറ്റാക്കിംഗ് പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ അവരുടെ ഇൻഡിവിജ്വൽ ക്വാളിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഫ്രാൻസിന് ഒരു മുൻതൂക്കം കൊടുക്കുന്നത്. ആ ഒരു സെയിം റൂളിൽ നോക്കുമ്പോൾ സ്പെയിനിന്റെ മിഡ്ഫീൽഡ് ഈസ് ബെറ്റർ. അതുപോലെ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം, രണ്ട് ടീമിന്റെയും ഫുൾ ബാക്സ്
എത്രത്തോളം നല്ലൊരു പെർഫോമൻസ് ഈ ഒരു മാച്ചിൽ കാഴ്ചവെക്കുന്നുള്ളതാണ്. മിഡ്ഫീൽഡിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഏത് ടീമിന്റെ ഫുൾ ബാക്സ് ആണോ ഓവറോൾ ഒരു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് ആ ടീമിനാവും ജയിക്കാനുള്ള ചാൻസ് കൂടുതൽ. ഫ്രാൻസിന്റെ ലെഫ്റ്റ് ബാക്കിന്റെ മേലെ നല്ല പ്രഷർ തന്നെ ഉണ്ടാവും ബിക്കോസ് ഓഫ് ജമാലു. ആൻഡ് സ്പെയിനിന്റെ ഫുൾ ബാക്സ് എല്ലാവരും ദേ ആർ കുക്ക്ഡ്. കാരണം ആ ഫ്രഞ്ച് നിരയിൽ ഏത് പ്ലെയർ ആണ് ഏത് പൊസിഷനിൽ ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റൂലല്ലോ. എനിവേ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ബ്രെയിനിൽ വന്നിട്ടുള്ള കുറച്ച് സിമ്പിൾ കാര്യങ്ങളാണ്. അപ്പൊ പിന്നെ ഈ രണ്ട് ടീംസിന്റെ കോച്ചും ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ആലോചിച്ച് അതിനുള്ള സൊല്യൂഷൻസും കാര്യങ്ങളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടാവുമല്ലോ. നമുക്ക് മാച്ചിൽ കാണാം. ആൻഡ് മൈ പ്രിഡിക്ഷൻ അത് ഫേവർ ചെയ്യുന്നത് ഫ്രാൻസിനെയാണ്. കഴിഞ്ഞ നേഷൻസ് ലീഗിൽ കണ്ട പോലെ 5-4 ടൈപ്പ് ഓഫ് സ്കോർ ലൈൻ ഒന്നും വരൂലെങ്കിലും രണ്ട് ടീമും കൂടെ 4 ഗോൾസ് എങ്കിലും ഈ ഒരു മാച്ചിൽ സ്കോർ ചെയ്യും. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ 3-1 വിൻ ഫോർ ഫ്രാൻസ്. ഓർ സ്കോർ എനിക്കറിയില്ല, എന്തായാലും ഫ്രാൻസ് ജയിക്കും. നെക്സ്റ്റ് മാച്ച് അപ്പ് അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട്. ആൻഡ് ഐ കാന്റ് ബിലീവ് ഐ എം സേയിങ് ദിസ്. ഇംഗ്ലണ്ടിന് അർജന്റീനയേക്കാൾ ഒരു ബെറ്റർ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിലും ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും അർജന്റീനയെ സംബന്ധിച്ച് ഒരു വറി ഇല്ലാതെ ഈ ഒരു വേൾഡ് കപ്പ് പോകുന്നുള്ളതായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു ഓൾറെഡി വേൾഡ് കപ്പ് അടിച്ച ആ ഒരു പ്രഷറൊക്കെ ഓരോ മേലെന്ന് കളഞ്ഞിട്ടുള്ള ഒരു ടീമാണ്. ഫാൻസ് എല്ലാവരും സമാധാനത്തിലാണ്. പക്ഷേ കേപ്പ് വെർദെക്കെതിരെയുള്ള ആ ഒരു മാച്ചിന് ശേഷം ഇപ്പോൾ ഏറ്റവും ടെൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടീമും ഫാൻസും ഒക്കെ അർജന്റീന ആയി മാറിയിട്ടുണ്ട്. ഈജിപ്തിനെതിരെ ആണെങ്കിലും ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലൻഡിനെതിരെ ആണെങ്കിലും ഞങ്ങൾ തോറ്റു എന്ന് ഇങ്ങനെ പറയിപ്പിച്ചതിന് ശേഷമാണ് അർജന്റീന ജയിക്കുന്നത്. അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ചെറിയ ടീം ആയിട്ടുള്ള ഒപ്പണൻസിനെതിരെ അർജന്റീന സ്ട്രഗിൾ ചെയ്യുന്ന കുറെ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അതും അല്ലെങ്കിൽ മാച്ചിന്റെ വളരെ കുറഞ്ഞ സമയത്താണ് അർജന്റീന ഞങ്ങളൊരു വേൾഡ് ചാമ്പ്യൻ ടീമാന്നുള്ള ആ ഒരു സംഭവം തന്നെ കാണിക്കുന്നത്. അതിനു പുറമെ മെസ്സിയുടെ മേലെ വരുന്ന ഈ ഒരു ഓവർ ഡിപ്പെൻഡൻസി, ഈ ഒരു സംഭവം പറയുമ്പോൾ ആംഗേൽ ഡി മരിയ, യെസ്, അങ്ങനെ ഒരു പ്ലെയറുടെ കുറവ് തന്നെയാണ് ഈ ഒരു ടീമിലുള്ളത്. അതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അർജന്റീന 17 ഗോൾ എന്തോ ത്രൂ ഔട്ട് ഈ ഒരു വേൾഡ് കപ്പിൽ ഇതുവരെ അടിച്ചിട്ടുണ്ട്. ആൻഡ് അതിൽ ഓൾമോസ്റ്റ് എല്ലാത്തിലും മെസ്സിന്റെ ഒരു കയ്യൊപ്പും കാര്യങ്ങളൊക്കെ വേണം. ഇതുവരെ അർജന്റീന ഫേസ് ചെയ്ത ടീമുകളെക്കാളൊക്കെ ഏറെ ടാലന്റഡ് ആയിട്ടുള്ള സ്ക്വാഡ് ഡെപ്ത് ഉള്ള ഇൻഡിവിജ്വലി ക്വാളിറ്റി ഉള്ള ഒരു ടീമാണ് ഇംഗ്ലണ്ടിൻ്റെത്. സോ അവിടെ മെസ്സി മാത്രം പെർഫോം ചെയ്തിട്ട് അർജന്റീന ജയിക്കുക എന്നുള്ള ഒരു സംഭവം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇംഗ്ലണ്ടിന് ഞാനൊരു മുൻതൂക്കം ഈ ഒരു മാച്ചിൽ കൊടുക്കുന്നത്. ഒരിക്കലും ഇംഗ്ലണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടീമാണ്. അവര് എല്ലാ മാച്ചും ഭയങ്കര അടിപൊളിയായി കളിച്ച് ഓവർ റൂൾ ചെയ്തിട്ടൊക്കെ ജയിച്ചു അങ്ങനെയുള്ള ഒപ്പീനിയൻ ഉണ്ടായിട്ടല്ല. അവരും കുറേയൊക്കെ അർജന്റീന പോലെ തന്നെയാണ്. ഫുൾ ടൈം ഭയങ്കര കളിച്ചിട്ടൊന്നുമല്ല ജയിച്ചത്. അവരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അവരും കംബാക്സ് നടത്തേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ പ്ലേയേഴ്സും ആവശ്യത്തിലേറെ എഫേർട്ട് ഇടേണ്ടി വന്നിട്ടുണ്ട്. ഈവൻ തോ ഞാൻ എൻ്റെ ഏർലിയർ പ്രിഡിക്ഷൻസിൽ ഫ്രാൻസ് വേഴ്സസ് അർജന്റീന ഫൈനൽ വരും, ഫ്രാൻസ് എന്നിട്ട് അർജന്റീനക്കെതിരെ ആ ഒരു റിവെഞ്ച് എടുക്കും, അങ്ങനെ എങ്ങനെയെന്നൊക്കെയാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ പോലും ഇതുവരെയുള്ള ഒരു കോൺടെക്സ്റ്റ് ആൻഡ് സിറ്റുവേഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, അർജന്റീന ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുന്ന അങ്ങോട്ട് തോന്നുന്നില്ല. ആകെയുള്ള ഒരു ഡൗട്ട് എന്നുള്ളത് മെസ്സി അർജന്റീനയിൽ ഉണ്ട് എന്നുള്ള ഒരു കാര്യം മാത്രമാണ്. ചിലപ്പോൾ ഇയാൾ ഒറ്റയ്ക്ക് ടീമിനെ ജയിപ്പിച്ചു എന്നൊക്കെ വരും. എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലണ്ടിന്റെ പ്ലേയേഴ്സിനാണെങ്കിലും കോച്ചിനാണെങ്കിലും ആ ഒരു ബോധ്യമൊക്കെ ഉണ്ടല്ലോ മെസ്സി അർജന്റീനയിലുണ്ട്. അതാണ് ഏറ്റവും ഡേഞ്ചർ എന്നുള്ളത്. അപ്പൊ കാര്യങ്ങളൊക്കെ നോക്കി എന്താന്ന് വെച്ചാൽ ഓരങ്ങോട്ട് ചെയ്യട്ടെ. എന്റെ പ്രഡിക്ഷൻ അനുസരിച്ച് ഇംഗ്ലണ്ട് ഒരു 2-1 എന്നുള്ള ഒരു സ്കോർ ലൈനിലൊക്കെ ആയിട്ട് അങ്ങോട്ട് ജയിച്ചോളും. ആൻഡ് ഫൈനലില് ഫ്രാൻസ് വേഴ്സസ് ഇംഗ്ലണ്ട്. ആൻഡ് ഇറ്റ്സ് നോട്ട് കമ്മിങ് ഹോം. France are winning. Mbappe will become the best player, top scorer, and he might win the Ballon d'Or. Yeah, that is my prediction.